ഇനി ചിക്കൻ പക്കവട ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഈ സൗണ്ട് കേട്ടാൽ തന്നെ അറിഞ്ഞില്ല നല്ല ക്രിസ്പിയും ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ പക്കവട എങ്ങനെ വീട്ടിലുണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഇതിലെന്തൊക്കെയാണ് ആവശ്യമുള്ളത് നോക്കാം കേട്ടോ. അപ്പോൾ ഞാനിതാ ചിക്കന് എല്ലില്ലാത്ത പീസുകളെടുത്തിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. എല്ലില്ല കഷ്ണം കൊണ്ടും അങ്ങനെ ഉണ്ടാക്കുന്നതുണ്ട്, പക്ഷേ എനിക്ക് എല്ലില്ലാത്ത കഷ്ണങ്ങൾ കൊണ്ട് ഉണ്ടാക്കുന്നതാണ് ഒന്നും കൂടെ നല്ലതെന്ന് തോന്നിയതുകൊണ്ടാണ്. അപ്പോൾ ഇത് ചെറുതായി കട്ട് ചെയ്ത് റെഡിയാക്കി ക്ലീൻ ചെയ്ത് വെച്ചതാണ്. അതിൽ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് 1 സ്പൂൺ ഇട്ട് കൊടുത്തു. ഇനിയിപ്പോൾ പച്ചമുളക് ചെറുതായി അരിഞ്ഞു വെച്ചതാണ്, അത് ഇട്ട് കൊടുത്തു. മല്ലിയില ചെറുതായി അരിഞ്ഞു വെച്ചത്, കറിവേപ്പില ചെറുതായി അരിഞ്ഞു വെച്ചത്. ഇനിയിപ്പോൾ നമ്മൾ കാശ്മീരി മുളക് പൊടി അതാണ് ഇട്ട് കൊടുക്കുന്നത്. കാശ്മീരി മുളക് പൊടി 2 സ്പൂൺ ഇട്ട് കൊടുത്തു കേട്ടോ. ഇനി ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ കുറച്ച് ഗരം മസാല, പിന്നെ ചെറിയ ജീരകം പൊടിച്ചത് അതും 1 സ്പൂൺ ഇട്ട് കൊടുത്തു. പിന്നെ വലിയ ജീരകം എൻ്റെ കയ്യിൽ പൊടിച്ചത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ വലിയ ജീരകം അങ്ങനെ ഇട്ട് കൊടുത്തതാണ് കേട്ടോ. എങ്ങനെ ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. പിന്നെ ഇതാ 2 സ്പൂൺ കടലമാവ് കേട്ടോ. ഈ വലിയ സ്പൂണിന് 2 സ്പൂൺ കടലമാവും പിന്നെ 2 സ്പൂൺ കോൺഫ്ലോറും ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ ഇത്തിരി നാരങ്ങ, ഒരു നാരങ്ങൻ്റെ പകുതി നീരെടുത്തിട്ട് അതും കൂടെ അതിലൊഴിച്ചു കൊടുത്തു കേട്ടോ. ഇനിയിപ്പോൾ അത് ആവശ്യത്തിന് ഇത്തിരി വെള്ളം കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. കാരണം അധികം വെള്ളം നമ്മൾ ആദ്യം തന്നെ ഒഴിച്ചു കൊടുത്താൽ പിന്നെ വെള്ളം അധികമായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ പൊടികൾ ഇട്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ അത്രയ്ക്ക് ടേസ്റ്റ് വരില്ല. അപ്പോൾ ഇതാ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കട്ടെ കേട്ടോ. ഇപ്പം ഞാൻ ഫസ്റ്റ് ഓരോ സ്പൂണ് പൊടികളാണ് ആദ്യം ഇട്ട് കൊടുത്തത്. പിന്നെ എനിക്ക് തോന്നി ഇത് കവർ ചെയ്യാൻ മസാല ഇല്ലയെന്ന് തോന്നിയപ്പോഴാണ് ഞാൻ കുറച്ചും കൂടെ ഓരോ സ്പൂണും കൂടെ ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ ലാസ്റ്റ് ഞാൻ ഇട്ട് കൊടുത്തത് ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞെടുത്തത് ഇട്ട് കൊടുത്തതാണ്. അത് അതിൻ്റെ ഒരു ടേസ്റ്റാണ്. നമ്മൾ അത് മരിഞ്ഞ് വരുമ്പോൾ ആ ഒരു ഉള്ളിൻ്റെ ടേസ്റ്റും കൂടെ നല്ലൊരു ടേസ്റ്റാണ് അതിൽ. അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്തതാണ് കേട്ടോ. ഇനിയിപ്പോൾ എല്ലാം അത് നന്നായിട്ട് മിക്സ് ചെയ്തങ്ങാണ്ട് റെഡിയാക്കി വെച്ചു. ഇനിയിപ്പോൾ ഇത് അരമണിക്കൂർ നമുക്ക് അങ്ങനെ അടച്ച് വെച്ചിട്ടും വേണമെങ്കിൽ ഉണ്ടാക്കാം, പിന്നെ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ അത് റെഡ് കളർ ഞാനൊരു ഇത്തിരി അത് ചേർത്ത് കൊടുക്കണില്ല വിചാരിച്ചതാണ്. പിന്നെ നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ അതിൽ കാണാനൊരു ലുക്കിന് വേണ്ടിയിട്ട് ഞാൻ ചേർത്ത് കൊടുത്തതാണ് കേട്ടോ. ഈ റെഡ് കളർ ഒരിക്കലും ഞാൻ അങ്ങനെ ചേർക്കണമെന്ന് പറയില്ല കേട്ടോ. റെഡ് കളർ അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. നമ്മൾ ഈ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ ഏകദേശം റെഡ് കളർ വരും. ഇനിയിപ്പോൾ അതാ നന്നായിട്ട് ചൂടായ എണ്ണയിൽ നമ്മൾ എപ്പോഴും ഇതിലിടുമ്പോൾ എണ്ണ നന്നായിട്ട് ചൂടാവണം. പിന്നെ തീ കുറച്ച് വെച്ചിട്ട് വേണം ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്ത ഉടനെ നമ്മൾ ഒരിക്കലും ഇളക്കാനും പാടില്ല, കാരണം അതിലുള്ള മസാലകളൊക്കെ വിട്ടുപോകും. അപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്ത് കുറച്ച് കഴിഞ്ഞിട്ട് അതിന് ശേഷമാണ് നമ്മൾ ഇളക്കി കൊടുക്കുന്നത്. ഇതാ അപ്പം ഞാൻ ഓരോന്നോരോന്നായിട്ട് പൊരിച്ചിങ്ങനെ എടുക്കട്ടെ. ഇതിപ്പോൾ നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങുമ്പോൾ അധികം മസാല ഇല്ല ഉണ്ടാവുള്ളൂ. ചിക്കൻ പീസൊക്കെ കുറവാണ്. നമ്മളിവിടെ അധികം കൊണ്ടുവരുമ്പോൾ പറയും ചിക്കൻ പീസൊന്നുമില്ല, മാവ് മാത്രമേ ഉള്ളൂ എന്ന്. അപ്പം ഇനി നമ്മൾ ചിക്കനൊക്കെ വാങ്ങുമ്പോൾ ഒരിത്തിരി പീസ് അതിന് മാറ്റി വെച്ചാൽ നല്ല അടിപൊളി ചിക്കൻ പക്കോട നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കാൻ കണ്ട നല്ല ക്രിസ്പി ആയിട്ടുള്ള ചിക്കൻ പക്കോടയാണ്. അടിപൊളി ടേസ്റ്റാണ്. ഈ ഒരു രീതിയിൽ തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ക്രിസ്പിനെസ് ആയിട്ടും ടേസ്റ്റ് ആയിട്ടും കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ ഒക്കെ റെഡിയായി കഴിഞ്ഞു. അടിപൊളിയായിട്ട് ഉണ്ടാക്കാം. റമദാൻ മാസത്തിലും നമുക്ക് ഈ സമയത്തും ഈ റമദാൻ നോമ്പ് തുറക്കുമ്പോൾ ഉണ്ടാക്കാൻ പറ്റിയ ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.